നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോകാം. ഒരു ചാക്ക് കര സ്വാഭാവികമായി അടിച്ച് കര കയറും. അതെ അതെ. ആ ചാക്ക് എടുത്ത് നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ഒരു പീസ് ഒഴുകി പോകുന്നു. ഈ കണ്ടെയ്നറിന്റെ മെയിൻ ഭാഗം. പിന്നെ അപ്പോഴേ തുറന്നിരുന്നു അല്ലേ? ആ തുറവാ രണ്ടായി ആയി അങ്ങനെ പൊട്ടിയാണ് സാധനങ്ങൾ ഒഴുകി വന്നത്. ബാക്കി ഇത് മെയിനറ്റമാണ് അങ്ങറ്റം ഒഴുകിപ്പോയത്. ഇപ്പം അടുത്തുള്ള ആളെ പിടിച്ചുകൊണ്ട് ആൾക്കാർ പറഞ്ഞു, ആദ്യം പറഞ്ഞ് വല്ല വള്ളം മറന്നതിനകത്ത് വിചാരിച്ചു, മരം കൊല്ലി വിചാരിച്ചു. പിന്നെ മനസ്സിലായത് വേറെ ആൾക്കാർ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല, ഇവിടെ ഒരു വലിയ വള്ളം പറഞ്ഞായിരുന്നു, അതിൻ്റെ അവിഷ്ടങ്ങൾ വർക്കല ഇവിടേക്ക് അടിച്ച് പീസ് കയറി പറഞ്ഞായിരുന്നു. കണ്ടെയ്നറിൽ നിന്ന് സാധനം പുറത്തേക്ക് പോകുന്നു, വഴി ഇങ്ങനെ ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ പിടിച്ച സാധനങ്ങൾ കരക്കേറ്റിട്ട്. 3 കണ്ടെയ്നറാണോ? രണ്ട് ഒരെണ്ണം അങ്ങ് ഏകദേശം ഇപ്പൊ ആശാസ്മാരകം ആ ഭാഗം കഴി ഈ ചാക്കിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനമാണ് ഈ കിടക്കുന്നത്, ഈ തറയിൽ കിടക്കുന്നത്. ഒന്ന് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് തോന്നുന്നത്. TS ഹരീഷിലേക്ക് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോകാം. വിവരങ്ങൾ ഹരികൃഷ്ണൻ നൽകും. ഹരി, നിലവിൽ അവിടെ എത്ര കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് അഞ്ചുതെങ്ങ് തീരത്ത് എന്നുള്ളതാണ്? ആളുകൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? കടലിന്റെ സാഹചര്യം എന്താണ് ഹരി? കടൽ കുറച്ച് രൗദ്ര സ്വഭാവത്തിലാണ്. ഞാൻ രാവിലെ വരുന്ന സമയത്ത് 2 അതിലധികമോ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലപ്പോൾ തകർന്ന് 2 ഭാഗങ്ങളായതായിരിക്കാം. അപ്പോൾ അതെല്ലാം കടലിൽ തിരയിൽപ്പെട്ട് താഴേക്ക് ഒഴുകി പോയിട്ടുണ്ട്. കടലിൽ പെട്ടുപോയ ഈ ചാക്ക് വസ്തുക്കളെല്ലാം തന്നെ ഈ തീരത്തേക്ക് അടിയുന്നുമുണ്ട്. ഇനി നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ കണ്ടെയ്നറുകൾ ഇതുപോലെ തീരത്തടിയുന്നു, അതിൽ നിന്ന് ഓരോ ചാക്കുകെട്ടുകൾ ഇതുപോലെ തീരത്തേക്ക് വരുമ്പോൾ എന്താണ് പിന്നെയുള്ള നടപടിക്രമങ്ങളെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരാൻ കഴിയും. അതിലൊന്ന്, പരിശോധനയ്ക്ക് വേണ്ടി തഹസീൽദാർ, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആളുകൾ, ഒപ്പം തന്നെ ഹെൽത്ത് ആരോഗ്യ വിഭാഗത്തിൻ്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾക്കാർ. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ഈ രാവിലെ മുതൽ ഈ ചാക്കുകെട്ടുകളിലുള്ള സാധനത്തെ പറ്റി പറയുന്നുണ്ട്, സംശയങ്ങളുണ്ട്. പോളിത്തീൻ മെറ്റീരിയലാണ് എന്നുള്ള സംശയമാണ് നമുക്കുള്ളത്. പക്ഷേ അതെന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇനി നടക്കാൻ പോകുന്നത്, ഇവരിപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആൾക്കാരുടെ കയ്യിൽ ചില കന്നാസുകളും മറ്റുമൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഇതിൻ്റെ സാമ്പിളുകൾ ഇതിൽ നിന്ന് ശേഖരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ പറഞ്ഞു, ഈ പ്ലാസ്റ്റിക്, ഈ സാധനങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു. പോളിത്തീൻ മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുവാണ്. മാത്രമല്ല ഈ ചാക്കുകെട്ടുകളുടെ പുറത്ത് ലിനിയർ ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മളിത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു എന്ന് പറയാൻ കാരണം. പക്ഷെ അത് എന്തെങ്കിലും തരത്തിൽ കെമിക്കലാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും ആൾക്കാർ ഇവിടെ എത്തി. കടലിൽ നിന്ന് അവർ ആ കന്നാസിൽ വെള്ളം ശേഖരിക്കുന്നത് നേരത്തെ കണ്ടായിരുന്നു. ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രത്യേകിച്ചും ഹരി ഊന്നി പറയുന്നത് അവിടെ കരയ്ക്കടിഞ്ഞ സാധനങ്ങളിലേക്കുള്ള കൗതുകം ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് ചിത്രീകരിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ ഒരു ശ്രമം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു പലയിടത്തും ഇത് വരുന്നുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾക്കെല്ലാം എല്ലാ സ്ഥലത്തേക്കും വേഗത്തിൽ ഓടിയെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ജാഗ്രത കൂടി പാലിക്കുക എന്നാണ്. ഇനി